ഒരു അഡ്വക്കേറ്റ് ബബില ഇവിടെ ഇതാ ഇനി നടക്കാൻ പോകുന്നത് നിയമപരമായ ഒരു പോരാട്ടമാണ്. അവിടെ ഈ വകുപ്പുകൾ എനിക്കറിയില്ല, കാരണം ബലാത്സംഗം പോലെയുള്ള വകുപ്പുകൾ, അതായത് അജിത് കുമാർ തന്നെ ചോദിക്കുന്ന ഒന്നുണ്ട്, ഒരു സ്ത്രീയെ എത്ര തവണ ബലാത്സംഗം ചെയ്യാൻ സാധിക്കുമെന്ന്. അതുമാത്രവുമല്ല, ഈ FIR പകർപ്പ് ഞാൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടിയുടെ ഫ്ളാറ്റിലടക്കം വന്നിട്ടുള്ള ഒരു പീഡനം എന്ന നിലയിൽ ആണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിനെ കോടതി മുഖവിലക്കെടുക്കുമോ എന്ന സംശയമുണ്ട്. ഗർഭഛിദ്രം എന്നത് നടന്നു എന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിക്കുന്നുണ്ട്, അതിന് നിർബന്ധിച്ചു എന്നാണ് മൊഴി. ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ വകുപ്പുകൾക്കപ്പുറത്ത് ഒരു പക്ഷെ വഞ്ചന പോലെയുള്ള വകുപ്പുകൾ ഇതിൽ കാണുന്നില്ല. ഞാൻ അത് ഉൾപ്പെടുത്താത്തതാണോ എന്നറിയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാണും പെണ്ണും തമ്മിലുള്ള സൗഹൃദം, അവർ വിവാഹം കഴിക്കാൻ ചിലപ്പോൾ തീരുമാനിച്ചേക്കാം, ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചേക്കാം. അതിൽ നിന്ന് പിന്മാറിയതാണോ എന്നതിലൊന്നും വ്യക്തതയില്ല. എന്താണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ബുധനാഴ്ച ജാമ്യ ഹർജി കോടതിയിലേക്ക് എത്തുകയാണ്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വിശ്വാസവഞ്ചന 315 BNS ഉണ്ട് കേട്ടോ FIR-ല്. FIR വളരെ 64 BNS എന്ന് പറയുന്ന ആ സെക്ഷൻ മുഴുവനായിട്ടും എടുത്തിട്ട് വളരെ ആസൂത്രണ രീതിയിലൊക്കെ FIR ഇട്ടിട്ട് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. റേപ്പ് ഉണ്ട്, നിരന്തരം റേപ്പ് ഉണ്ട്, റേപ്പ് വിത്ത് ഹേർട്ട് ഉണ്ട്. അധികാരം ഉപയോഗിച്ച് തുടർന്നിട്ടുള്ള ഒരു സ്ത്രീനെ പീഡിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെയുള്ള റേപ്പിന്റെ ഒരു എന്താ, അതായത് ഇത് ഏതാണ്ട് ഈ ആരോപണം ഉയർന്നു 3 മാസത്തിന് ശേഷമാണ് യുവതി പരാതി നൽകുന്നത്. എന്തുകൊണ്ടാണ് പരാതി വൈകിയത് എന്ന ചോദ്യമൊക്കെ പലതരത്തിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. നമ്മളെല്ലാവരും അരിയാഹാരം കഴിക്കുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങളും അതൊന്നും മറച്ചു വെച്ചിട്ടൊന്നുമല്ല ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ 3 മാസത്തിനിടയിൽ ഒരു പക്ഷേ യുവതി നിയമസഹായം തേടിയിട്ടുണ്ടാകാം, യുവതി ആരെങ്കിലും നിയമപരമായി സഹായിച്ചിട്ടുണ്ടാകാം. ഒരു പരാതി രജിസ്റ്റർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പരാതി കൊടുക്കേണ്ടത്, എന്തൊക്കെ വകുപ്പുകൾ അതിൽ ഉൾപ്പെടുത്തണം എന്ന നിർദ്ദേശമൊക്കെ ലഭിച്ചിട്ടുണ്ടാകാം. വളരെ നല്ലവണ്ണം തന്നെ പ്രിപ്പയർഡ് ആണ്. റേപ്പ്, നിരന്തരം റേപ്പ്, റേപ്പ് വിത്ത് ഹേർട്ട്, അങ്ങനെ അതൊക്കെ ഡിഫൈൻഡ് ആവുന്ന ഒരു നല്ല കേസ് ആയിട്ട് തന്നെ അത് വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുപോലെ വിശ്വാസവഞ്ചന ഉണ്ട്, 89 68 IT ആക്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഇത്രയും നല്ലൊരു എന്താ പറയാ FIR നല്ലവണ്ണം നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർഡ് ആക്കിയിട്ടുണ്ട്. ഇതിലിപ്പോ എനിക്ക് പറയാനുള്ള റേപ്പിന്റെ വരുന്ന സമയത്ത് വിത്ത് കൺസെന്റ് എന്താ, ലോങ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാ മനസ്സിലാക്കുന്നത്. പല തവണ ഇവര് രണ്ടുപേരും നല്ല ബന്ധത്തിലായിരുന്നപ്പോ പലതവണ കൺസെന്റോട് കൂടിയിട്ട് തന്നെ ഇവർ അങ്ങോട്ട് പോയിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്തേക്ക് പോയിട്ട് കയറി ചെന്നിട്ടുണ്ട്. അതായത് അവരുള്ള സ്ഥലത്തേക്ക് കയറി ചെന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞാൽ കയറി പിടിക്കാവോ എന്നുള്ളതിനാണ് വിത്ത് കൺസെന്റ് എന്ന് പറഞ്ഞ് സുപ്രീം കോർട്ട് തന്നെ വിത്ത് കൺസെന്റ് ഓർ വിത്തൗട്ട് കൺസെന്റ് നല്ല രീതിയിൽ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് പല കേസിലും. സെക്കൻഡ് തിങ്, ഇന്ത്യൻ എവിഡൻസ് ആക്ട് വരുന്ന സമയത്ത് ഗർഭചിത്രം പറയുന്നോണ്ട് പറയുവാണ്, 112 എന്ന് പറയുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ടില് വളരെ നല്ല രീതിയിൽ ജൂൺ 29, 2025 സുപ്രീം കോടതി ഹസ്ബൻഡിന്റെ, അതായത് ലെജിറ്റിമസി ഓഫ് ചൈൽഡ് എന്ന് പറയുന്ന ലീഗൽ ചൈൽഡിന്റെ ഫാദർ ആരാവണം എന്ന് സുപ്രീം കോടതി വളരെ നല്ലവണ്ണം പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയുന്നത് ഹസ്ബൻഡ് ടു ബി റെക്കഗ്നൈസ്ഡ് ആസ് ലീഗൽ ഫാദർ ഓഫ് ദ ചൈൽഡ് ബോൺ ഫ്രം വൈഫിന്റെ ഹസ്ബൻഡിനെയാണ് ലീഗൽ ഫാദർ എന്ന് വിളിക്കുക. എന്തായാലും ഇഫ് ആ ചൈൽഡ് അഡൾട്ടറിയിൽ പ്രസവിച്ചതായാൽ പോലും അത് ലീഗൽ ഫാദർ ഹസ്ബൻഡ് ആയിരിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ 112 സെക്ഷൻ നിലനിൽക്കുമായിരിക്കും. അത് കൂടാതെ അബോർഷൻ ടൈമിൽ ഡോക്ടറിനോട് റേപ്പ് ആണെന്ന് പറഞ്ഞതായിട്ട് എവിടെയും യുവതി പറഞ്ഞതോ അല്ലെ ആരെങ്കിലുമായിട്ട് പറഞ്ഞതോ ഈ ന്യൂസിന്റെ കുറച്ച് കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലെവിടെയും ഈ ഡോക്ടറിനോടോ എവിടെയെങ്കിലും ഇതിനു മുമ്പ് അബോർഷൻ ചെയ്യുന്ന വേളയിൽ എവിടെയെങ്കിലും റേപ്പ് ആണ് എന്നുള്ള ഒരു സാധനം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് പറയുന്നതായിട്ട് ആരും പറഞ്ഞിട്ടില്ല. ഇനി മറന്നുപോയതോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നറിയില്ല. അത് നോക്കുന്ന സമയത്ത് അതും കൂടി എവിഡൻസിന്റെ സമയത്ത് വരും, ഡോക്ടറുടെ മൊഴി വരും. താങ്കൾ എന്താണ് പറയുന്നത്? അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഗർഭം ധരിച്ചു എന്ന പെൺകുട്ടിയുടെ ആ വെളിപ്പെടുത്തൽ അത് പെൺകുട്ടിക്ക് തിരിച്ചടിയാകുമെന്നാണോ?
പറയുന്ന രാഹുൽ മാങ്കൂട്ടവും പൊളിറ്റിക്സും കാര്യങ്ങളും ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ഇവിടെ നിയമത്തിന്റെ മുന്നിൽ ആരെങ്കിലും ഇത്രയും നല്ലൊരു എഫ്ഐആറുമായിട്ട് വന്ന് നിൽക്കുന്ന ഒരാളുടെ എഫ്ഐആർ പരിശോധിക്കുക അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ. ആ എഫ്ഐആറിൽ പറഞ്ഞിട്ടുള്ള നിയമസാധുതകൾ പറയുക. ഇത്രയും കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനും ആണെങ്കിലും ഒരു പൊളിറ്റീഷ്യൻ ആണെങ്കിലും ഇന്ത്യൻ എന്താ പറയാ ലോയില് പ്രാധാന്യം നൽകുന്നില്ല. ആര് ഒരു സാധാരണക്കാരനെ പോലത്തെ ആൾക്കാർക്കുള്ള എല്ലാ നിയമങ്ങളും തന്നെയാണ് പൊളിറ്റീഷ്യൻസിനും എന്നാണ് എനിക്കും അറിയാൻ പറ്റുന്നത്. അപ്പൊ അതിന്റെ പേരിൽ എനിക്ക് ആ കാര്യത്തിലൊന്നും പറയാനിരിക്കുന്നില്ല. രാഹുൽ മാൻകൂട്ടത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. എനിക്ക് പറയാൻ ഇതിലുള്ള അബോർഷൻ ടൈമിൽ ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ടോ റേപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മൊഴി വളരെ പ്രാധാന്യമായിരിക്കും. അങ്ങനെ പറഞ്ഞിട്ടില്ലേ ആ സമയത്ത് അത് നിലനിൽക്കില്ല അങ്ങനെയാണെങ്കിൽ എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു അല്ല, ഈ ഡോക്ടറിനോട് ഗർഭിണിയാകുന്നു അല്ലെങ്കിൽ ഗർഭിണിയാകണമെന്ന് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതായി വിവരങ്ങൾ വന്നിരുന്നു. ആ ഗർഭഛിദ്രത്തിനാണ്. അതാണ് നേരത്തെ അജിത് കുമാറും പറഞ്ഞു, ഭർത്താവിൽ നിന്നല്ലേ ഗർഭിണിയാകേണ്ടത് എന്ന്. അപ്പോൾ ഈ ബയോളജിക്കലി അങ്ങനെ തന്നെ ആകണമെന്ന് നമ്മുടെ നിയമം അനുശാസിക്കുന്നുണ്ടോ? അല്ല, നിയമം ഭർത്താവിൽ നിന്ന് എന്ന് പറയുന്നില്ല. പകരം നിയമം പറയുന്നത് എന്താണ്, കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അതിനെ അഡൾട്ടറിയിൽ ഉണ്ടാക്കിയ കുട്ടിയാണെങ്കിൽ പോലും അതിന് ഹസ്ബൻഡ് തന്നെയാണ് ഫാദർ എന്ന് പറയുന്നുണ്ട്. 112 എവിഡൻസ് ആക്ടിൽ അത് അങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട് 2025 മുതൽ. പിന്നെ കൂടാതെ അഡൾട്ടറി ഇന്ത്യയിൽ ക്രൈം അല്ല. ഇപ്പം 2018 ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ വന്നതിന് ശേഷം IPC ഈ വിഷയത്തിൽ നിലനിൽക്കുന്ന ഒന്നല്ലല്ലോ. അല്ല, അഡൾട്ടറി ആണെങ്കിൽ എന്ന് പറയുന്നതുകൊണ്ട് അഡൾട്ടറിന്റെയും കാര്യങ്ങളും കൂടി പറയണം. അതായത് താങ്കൾ പറയുന്നത് ഇത്രമേൽ ശക്തമായ എഫ്ഐആർ ആണ് എങ്കിൽ പോലും രാഹുലിന്റെ ചില വാദങ്ങൾ ഉന്നയിച്ച് ജാമ്യം തേടാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ താങ്കൾ? അല്ല, ജാമ്യത്തിന്റെ കാര്യത്തിൽ നിന്നും ഞാൻ പറഞ്ഞില്ലേ, ജാമ്യം രാഹുൽ മാങ്കൂട്ടം ഇതൊന്നും അല്ല. എന്റെ അഡൾട്ടറി നിലനിൽക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ ഹസ്ബൻഡ് വരുവാണെങ്കിൽ ഈ അഡൾട്ടറി വെച്ചിട്ട് അയാൾക്ക് സിവിൽ കേസ് കൊടുക്കുവാണെങ്കിൽ, അതായത് ഫാമിലി കേസ് കൊടുക്കുവാണെങ്കിൽ സിവിൽ മാറ്റേഴ്സിൽ അത് അഡൾട്ടറി കാര്യമാണ്. അല്ല, പക്ഷേ യുവതിയുടെ മൊഴി അനുസരിച്ച് ഭർത്താവുമായി ഒരുമിച്ച് കഴിഞ്ഞത് 4 ദിവസം എന്നാണ് പറയുന്നത്. അതാ ജീവിച്ചിട്ടില്ല എന്നുള്ളത് തെളിയിക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ കാര്യം. അത് അവര് തെളിയിക്കണം. എവിഡൻസ് ടൈമിലേക്ക് വരുമ്പോഴാണല്ലോ ഈ കാര്യമുള്ളൂ. ബെയിലിന് എവിഡൻസ് ഇല്ലല്ലോ. പ്രൈമ ഫേസി അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നല്ലേ ബെയിലിൽ നോക്കുന്നുള്ളൂ. അല്ല, അത് താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ എഫ്ഐആർ അതിശക്തമാണ് എന്നാണല്ലോ പറയുന്നത്. കോടതിയെ സംബന്ധിച്ചിടത്തോളം ബെയിലിൽ നോക്കുന്ന പ്രൈമ ഫേസി ഇയാള് കേസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ക്രൈം ചെയ്തിട്ടുണ്ടോ, ഈ കേസ് നിലനിൽക്കുന്നതാണോ എന്നാണ് നോക്കുന്നത്. അയാൾക്ക് ബെയിൽ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തില് അതിൽ സെർട്ടൈൻ കണ്ടീഷൻസ് ഓഫ് ബെയിൽ പറയുന്നുണ്ട്. ഒരു 7 കണ്ടീഷൻസ് ഓഫ് ബെയിൽ പറയുന്നുണ്ട്. ആ ബെയിലിന്റെ കണ്ടീഷൻസ് ഒക്കെയാണ് ബെയിൽ കിട്ടുമായിരിക്കും. പക്ഷെ ഈ കേസ് നിലനിൽക്കോ എന്നുള്ളതാണെങ്കിൽ ഇൻ ദ ലോങ് റൺ നിലനിൽക്കോ എന്നാണ്. എവിഡൻസ് ആണല്ലോ അതിന്റെ മുഖ്യം. എവിഡൻസിന്റെ സമയത്ത് വരുവാണെങ്കിൽ ഇതിൽ എവിഡൻസ് എടുക്കുമ്പോൾ 112 സെക്ഷൻ എവിഡൻസ് ആക്ട് അത് വരും. അബോർഷന്റെ അവിടെ വരും. റേപ്പിന്റെ അവിടെ വരുമ്പോ കൺസെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ഡോക്ടറിന്റെ മൊഴി കാര്യങ്ങള്, അങ്ങനത്തെ കുറെ കാര്യങ്ങള് അവിടെ വരുമ്പം തന്നെ അഡൾട്ടറിനെ കുറിച്ചിട്ട് വരും. പിന്നെ ഇതില് റേപ്പിനെ കുറിച്ച്, റേപ്പ് നിരന്തരം റേപ്പ് അതൊക്കെ ഡിഫൈൻഡ് ആവും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. ശരി, അതാണ്. അതായത് ജാമ്യത്തിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ കേസ് സുദീർഘമായി മുന്നോട്ട് പോകുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായി വരും എന്നാണ് താങ്കൾ പറഞ്ഞതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചർച്ചയുടെ ഭാഗമായി ഇപ്പോൾ CPIന്റെ പ്രതിനിധി കൂടി ചേരുന്നുണ്ട്, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ. ഇന്ന് BJP നേതാവ്, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് പ്രതികരിച്ചത് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടോ ഒന്നും അദ്ദേഹത്തിന് അഭിപ്രായ ഭിന്നതകളില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതിയുമായി വരുന്നത് അതിന് പിന്നെ കൃത്യമായ ലക്ഷ്യമുണ്ട്. ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ മറച്ചുവെക്കുന്നതിന് വേണ്ടിയാണ് എന്ന് BJP കൂടി പറയുകയാണ്. നോക്കൂ, ഇവിടെ ഇപ്പോ BJPയുടെ രാഷ്ട്രീയ ഗൂഢോദ്ദേശത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ആങ്കർ തന്നെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത് കൊണ്ട് അത് പറയാതെ പോകാൻ വേണ്ടി കഴിയില്ല. BJPക്ക് എന്താണ്? BJPക്ക് കൃത്യമായ രാഷ്ട്രീയ ഗൂഢ ലക്ഷ്യമുണ്ട്. ആ ഗൂഢ